അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 അഹ്കാമുൽ ഇസ്ലാം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് മുമ്പ് ഞാൻ കൂട്ടുകാരോട് പ്രത്യേകമായും പറയുന്ന ഒരു കാര്യം, കൂട്ടുകാരെല്ലാവരും പാഠഭാഗം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗം വായിക്കുന്നതിലൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എളുപ്പമായി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ പ്രവർത്തനം, കോളത്തിൽ ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ആദ്യം കഅബ നിർമ്മിച്ചത്. ഓപ്ഷൻസ്: നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മലക്കുകൾ. ചരിത്രം ഏതാണ്? മലക്കുകൾ. 2. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ പറയണം. ഓപ്ഷൻസ്: സദഖ്ത വ ബരിർത, ഖദ് ഖാമത്തിസ് സ്വലാ, ഹയ്യ അലസ് സ്വലാ. ചരിത്രം ഏതാണ്? സദഖ്ത വ ബരിർത. 3. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള്. ഓപ്ഷൻസ്: ഖിയാം, നിയ്യത്ത്, ഫാത്തിഹ. ചരിത്രം ഏതാണ്? നിയ്യത്ത്. 4. കലണ്ടറിൽ കാണുന്ന മഗ്രിബ് നിസ്കാര സമയം. ഓപ്ഷൻസ് നോക്കൂ: 10:30, 12:30, 6:40. നമുക്കറിയാം, 10:30 മഗ്രിബ് നിസ്കാരം നിസ്കരിക്കില്ല. അത് രാവിലെ ആയാലും ശരി, രാത്രി ആയാലും ശരി. അതുപോലെ തന്നെ 12:30. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? 6:40 ആണ്. വൈകുന്നേരം 6:40. അപ്പോൾ അതിൽ ടിക്ക് ചെയ്യുക. 5. ശരീരം മുഴുവൻ ഔറത്താണ്. ഓപ്ഷൻസ്: സ്ത്രീയുടെ, കുട്ടിയുടെ, പുരുഷൻ്റെ. ചരിത്രം ഏതാണ്? സ്ത്രീയുടെ. 6. രക്ഷാ കവചമാണ്. ഓപ്ഷൻസ് നോക്കൂ: സ്വലാത്ത്, നിസ്കാരം, സൗം, നോമ്പ്, അസാൻ, ബാങ്ക്. രക്ഷാ കവചം നോമ്പാണ്. അപ്പോൾ ചരിത്രം അസ്സൗം. ഇനി 7. റമളാനിലെ അവസാനത്തെ 10 നാളുകൾ. ഓപ്ഷൻസ്: നരകമോചനം, പാപമോചനം, റഹ്മത്ത്. ചരിത്രം നരകമോചനം. 8. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. ഓപ്ഷൻസ്: ലൈലത്തുൽ ഖദ്റിൽ, മിഅ്റാജ് രാവിൽ, ശഅബാൻ അവസാനത്തിൽ. ചരിത്രം മിഅ്റാജ് രാവിൽ. 9. അന്ത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. ഓപ്ഷൻസ്: അൽ മുഅദ്ദിനൂൻ, അൽ അഅ്മാൽ, അൽ ഫവാഹിഷ്. ചരിത്രം അൽ മുഅദ്ദിനൂൻ. 10. നോമ്പ് മുറിയുന്ന കാര്യമാണ്. ഓപ്ഷൻസ് നോക്കൂ: ഭക്ഷണം കഴിക്കൽ, ഉറങ്ങൽ, കുളിക്കൽ. ചരിത്രം ഭക്ഷണം കഴിക്കൽ. ഇനി അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. 11. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക. 12. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. 13. ഉഫ്രാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി. 14. അഖാമഹല്ലാഹു വ അദാമഹ. ഇപ്പുറത്ത് നോക്കൂ: എ അൽ അസാ വ ആഫാനി, ബി അൻത സമീഉൽ അലീം, സി വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ, ഡി മിനൽ ഖുബുസി വൽ ഖബായിസ്. ചേറുംപടി ചേർക്കുക എന്നതിൽ റൈറ്റ് സൈഡിൽ ഓരോ ദിക്റിൻ്റെയും ആദ്യത്തെ ഭാഗവും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ബാക്കി ഭാഗവും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക. അതിനുശേഷം എന്താണ് വരാ? അതെ, അൻത സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ചരിത്രം ബി. 12. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ചരിത്രം ഡി. 13. ഉഫ്രാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി. ചരിത്രം എ. 14. അഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. ചരിത്രം
സി ബി ഡി എ സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15. 5 നേരം നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ ഡാഷ് പൊറുക്കപ്പെടും. അവിടെ പൂരിപ്പിക്കേണ്ടത് പാപങ്ങളും. 5 നേരം നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. 16. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ഡാഷ് കൊണ്ട് ഖിബ്ലയ്ക്ക് മുന്നിടണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻഭാഗം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ മുൻഭാഗം കൊണ്ട് ഖിബ്ലയ്ക്ക് മുന്നിടണം. 17. പുരുഷന്മാർക്ക് ഡാഷ് വസ്ത്രമാണ് അത്യുത്തമം. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ള. പുരുഷന്മാർക്ക് വെള്ള വസ്ത്രമാണ് അത്യുത്തമം. 18. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ഡാഷ് അൽ അലിയിൽ അലീം. അവിടെ പൂരിപ്പിക്കേണ്ടത് ബില്ലാഹി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അൽ അലിയിൽ അലീം. 19. വർസുഖ്നാ ഡാഷ് യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷഫാഅതഹു. വർസുഖ്നാ ഷഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20. നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേക കവാടമേത്? ഉത്തരം ബാബുർ റയാൻ. 21. ഏത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്? ഉത്തരം ഇടത് കൈ. 22. അസാനും ഇഖാമത്തും സ്വപ്നം കണ്ട സ്വഹാബി ആര്? ഉത്തരം അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. 23. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം ഏത്? ഉത്തരം പരിശുദ്ധ കഅബ. 24. റമളാൻ ആഗതമായാൽ ബന്ധനസ്ഥരാകും ആര്? ഉത്തരം പിശാചുക്കൾ. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25. വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് എന്തെല്ലാം? ഉത്തരം അള്ളാഹുവിൻ്റെ പേര്, റസൂലിൻ്റെ പേര് തുടങ്ങിയ ആദരണീയ വസ്തുക്കൾ. 26. പുരുഷന്മാരുടെ ഔറത്തേത്? ഉത്തരം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം. 27. കർമ്മത്തിൽ ഏറ്റവും ഉത്തമമായത് ഏത്? ഉത്തരം നിസ്കാരം ആദ്യ സമയം നിർവഹിക്കൽ. 28. അസാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത് കാരണം? ഉത്തരം അസാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകും. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29. റമളാൻ മാസം. അപ്പം നോക്കൂ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറുള്ള മാസം. ഈ മാസം ഒരു ഫർള് ചെയ്താൽ മറ്റ് മാസങ്ങളിൽ 70 ഫർള് ചെയ്തതിന് തുല്യമാണ്. സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്തതിന് തുല്യമാണ്. ക്ഷമയുടെയും പരസ്പര സഹായത്തിൻ്റെയും മാസമാണ്. ഖുർആൻ അവതരിച്ച ഈ മാസത്തിൻ്റെ ആദ്യത്തെ 10 നാളുകൾ റഹ്മത്തിൻ്റെയും, നടുവിലത്തെ 10 നാളുകൾ പാപമോചനത്തിൻ്റെയും, അവസാനത്തെ 10 നാളുകൾ നരകമോചനത്തിൻ്റെതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, റമളാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കും, നരക കവാടങ്ങൾ അടയ്ക്കും, പിശാചുക്കൾ ബന്ധനസ്ഥരാകും. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.